കഴിഞ്ഞ ക്ലാസ്സിൽ ദൈവസഭയുടെ വചനപരമായ സിംബൽസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സഭയെക്കുറിച്ച് പഠിക്കാനുണ്ട്. ദൈവസഭയുടെ അനുഷ്ഠാനങ്ങൾ, റിച്വൽസ്, അതാണ് ഇപ്പോൾ പ്രാരംഭത്തിൽ സഭയുടെ വചനപര അടയാളങ്ങൾ ഹെഡിങ് പറഞ്ഞതേ ഉള്ളൂ, അടുത്തായിട്ട് പഠിക്കാമെന്ന് പറഞ്ഞു. പറഞ്ഞില്ലായിരുന്നോ? ഓക്കെ, ഓക്കെ. സഭയുടെ വചനപരമായ അടയാളങ്ങൾ 3 കാര്യങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കുക. ഒന്ന്, ശരീരം. Church is the body of Christ. That is why Jesus is the head of the church. ക്രിസ്തുവിന്റെ ശരീരമാണ് ദൈവസഭ. അന്നേരം സഭയുടെ വചനപരമായ ഒരു സിമ്പിളാണ് ബോഡി എന്നുള്ളത്, ശരീരം എന്നുള്ളത്. ആ ശരീരം യേശുക്രിസ്തുവിന്റെ ശരീരമാണ്. എന്നിട്ട് ശരീരമുണ്ടെങ്കിൽ ശരീരത്തിനൊരു തലയുണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആൻഡ് ഓൾ ദ ബിലീവേഴ്സ് ആർ ദ മെമ്പേഴ്സ് ഓഫ് ജീസസ് ബോഡി. യേശുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ് എല്ലാ വിശ്വാസികളും. നമുക്ക് ലെറ്റ് us read 3 verses from the New Testament. Colossians chapter 1 verse 18. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം വായിക്കാം. ആരെടുക്കുന്നു ഒരു വായിച്ചോണം. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു, സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയാകും. മനസ്സിലായോ? യേശുക്രിസ്തു സഭയുടെ ശിരസ്സും യേശുക്രിസ്തുവിന്റെ ശരീരം ദൈവസഭയുമാണ്. ഭയങ്കര പ്രിവിലേജാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. കർത്താവിന്റെ ശരീരത്തിന്റെ ഒരു പാർട്ടാകുക എന്ന് പറയുന്നത് ഒത്തിരി അഭിമാനിക്കാൻ വകയുള്ളതാണ്. വി ആർ പ്രൈഡ് ഓഫ്. അങ്ങനെയാണെങ്കിൽ എത്ര ബഹുമാനവും സ്നേഹവും ആദരവും ഒക്കെ നമുക്ക് ദൈവത്തോട് വേണം, അല്ലേ? എഫീഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 22 and 23. എഫീസ്യ ലേഖനം 1:22-23. സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അവന്റെ ശരീരമായ സഭ. വെറുതെ അങ്ങ് പറയുന്നതല്ല ഇത്. ബൈബിളിൽ എന്ത് പറയുന്നു അത് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. സഭ എന്നത് യേശുവിന്റെ ശരീരമാണ്. ഇനിയും കൊലോഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 19. കൊലോസ് ലേഖനം 2:19. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. ശരീരത്തിന് അവയവങ്ങളുണ്ട്. അവയവങ്ങളെല്ലാം യുക്തമായി ചേർന്നാണ് വളരുന്നത്. എഫീസ്യ ലേഖനം 5:30 വായിക്കുമ്പോൾ നമുക്ക് അത് ഒന്നുകൂടി ക്ലിയർ ആവും. എഫേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 30. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. We are the members of his body. നാം അവരുടെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. കിങ് ജെയിംസ് വേർഷനിലാണെങ്കിൽ പിന്നെ ഒരു വാചകം കൂടെ കൂടുതലുണ്ട്. മലയാളം ബൈബിളിൽ അതിലില്ല. ഇംഗ്ലീഷ് ബൈബിളിൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ എന്ന് പറഞ്ഞിട്ട് അവന്റെ അസ്ഥിയിൽ അസ്ഥിയും മാംസത്തിൽ മാംസവുമാകുന്നു എന്നുള്ള ആ വാക്യം കൂടെ നമുക്കവിടെ കാണാൻ കഴിയും. അതെന്തോ മലയാളം ബൈബിളിൽ NIV-യിലൊന്നും ഇല്ല. പക്ഷെ ഓതറൈസ്ഡ് ഇംഗ്ലീഷ് ബൈബിളിൽ അത് വളരെ വ്യക്തമായിട്ടുണ്ട്.
അന്നേരം ദൈവസഭയുടെ വചനപരമായ അടയാളങ്ങൾ, നമ്പർ 1, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. സെക്കൻഡ് 1, ദൈവാലയം, കെട്ടിടം, നിവാസം, പരിശുദ്ധാത്മ നിവാസം, ഇങ്ങനെയൊക്കെയുള്ള പേര് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ കെട്ടിടമെന്ന് ബിൽഡിംഗ് എന്ന് ചിന്തിച്ചോ. ഈ ബിൽഡിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള ഏത് ബിൽഡിംഗ് ഒരു സ്ഥലത്ത് അങ്ങ് നിൽക്കുക, ഇമ്മൂവബിൾ ആണ്, ചലനമില്ല. എന്നാൽ ദൈവസഭയാകുന്ന കെട്ടിടം അത് ചലിക്കുന്നതാണ്, അതിന് മൂവ്മെന്റ് ഉണ്ട്. മനസ്സിലായോ? എഫെസ്യ ലേഖനം 2-ാം അധ്യായം 20-21 വാക്യങ്ങൾ. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 20-21 വാക്യങ്ങൾ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. ആമേൻ. ഈ കെട്ടിടത്തിന്റെ മൂലക്കല്ലെന്ന് പറയുന്ന ക്രിസ്തുവാണ്. കെട്ടിടത്തിന്റെ ഭാഗങ്ങളാണ് വിശ്വാസികൾ. ദൈവസഭ എന്നത് യേശുക്രിസ്തുവിന്റെ ശരീരമാണ്. യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ് ദൈവമക്കൾ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ ദൈവസഭ എന്ന് പറയുന്ന ഒരു കെട്ടിടത്തോട് എന്ത് ചെയ്തിരിക്കുകയാണ്? സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഈ കെട്ടിടത്തിന്റെ മൂലക്കല്ലാണ് ക്രിസ്തു. ആദ്യം ഒരു ബിൽഡിംഗ് പണിയണമെങ്കിൽ അതിന് മൂലക്കല്ല് ആവശ്യമാണ്. ആ മൂലക്കല്ലിലാണ് ഇങ്ങനെ കയറി വരുന്നത്. മനസ്സിലായോ? അന്നേരം വിശ്വാസികളാണ് കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ. അതുകൊണ്ടാണല്ലോ പത്രോസ് പറയുന്നത്, മനുഷ്യർ തള്ളിയതെങ്കിലും പിന്നെ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നാമും ജീവനുള്ള കല്ലുകളായി ആത്മീയ ഗ്രഹമായി ഒന്നിച്ച് പണിയപ്പെടുന്നു. മനസ്സിലായോ? അന്നേരം കെട്ടിടമെന്ന് അലങ്കാര ഭാഷയിൽ പറഞ്ഞാലും ഈ കെട്ടിടം ചലിക്കുന്നതാണ്. ഈ കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ ലിവിങ് സ്റ്റോൺസ് ആണ്, ജീവനുള്ള കല്ലുകളാണ്. ബൈബിളിൽ നമ്മൾ ദേവാലയം എന്ന് വായിച്ചാലും അത് കെട്ടിടമാണ്. നിവാസം, പരിശുദ്ധാത്മ നിവാസം. നിവാസം എന്ന് പറയുമ്പോൾ കെട്ടിടം, വസിക്കുന്ന നമ്മൾ വസിക്കാൻ നമുക്കൊരു വീടില്ലേ? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഇനി മൂന്നാമത്തേത് ക്രിസ്തുവിന്റെ മണവാട്ടി. നമുക്കത് അറിയാവുന്ന ഭാഗമാണ്. 2 കൊരിന്ത്യൻസ് chapter 11 verse 2. 2 കൊരിന്ത്യർ 11:2. പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയെ കുറിച്ച് എന്താ പറയുന്നത്? 2 കൊരിന്ത്യർ 11:2. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അന്നേരം ദൈവസഭ എന്ന് പറയുന്നത് ഒരു മണവാട്ടിയാണ്. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, തന്റെ കാന്തിയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ബൈബിൾ പഠിക്കുമ്പോൾ സഭയെ മണവാട്ടിയോടും യേശുക്രിസ്തുവിനെ മണവാളനോടും തുല്യപ്പെടുത്തി സാമ്യപ്പെടുത്തി നമ്മൾ പഠിക്കുന്നുണ്ട്. ക്രിസ്തു മണവാളനാണ്. യോഹന്നാൻ 3:29 നമുക്ക് കാണാൻ കഴിയും. യോഹന്നാൻ 3:29. മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു. ഉള്ളവൻ മണവാളനാകുന്നു. മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഇവിടെ മണവാട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവസഭയെ കുറിച്ചും മണവാളന്റെ സ്നേഹിതൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ ജനത്തെ കുറിച്ചുമാണ്. വെളിപ്പാട് പുസ്തകം 19:7 വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 19:7 വായിച്ച് നമുക്കത് വിടാം. കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക.
കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ആമേൻ. അന്നേരം സഭയുടെ വചനപരമായ അടയാളങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണ്. 1 ശരീരം, 2 കെട്ടിടം, 3 ക്രിസ്തുവിന്റെ മണവാട്ടി. ഇത് വളരെ ചുരുക്കത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, വിശദീകരിക്കാൻ ഒരുപാടുണ്ട്. ഇനി നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത് ദൈവസഭയുടെ അനുഷ്ഠാനങ്ങളാണ്. റിച്വൽസ് ഓഫ് ചർച്ച്. സഭയുടെ അനുഷ്ഠാനങ്ങൾ എന്താണെന്നൊന്ന് പറയാമോ? പുതിയ നിയമസഭയുടെ അനുഷ്ഠാനങ്ങൾ ഏതൊക്കെയാണ്? തിരുവത്താഴം, സ്നാനം. നിമി സിസ്റ്റർ കറക്റ്റായിട്ട് പറഞ്ഞു. 1 തിരുവത്താഴം, 2 സ്നാനം. നാമധേയ സഭകൾ 7 കൂദാശകൾ പഠിപ്പിക്കുന്നുണ്ട്. 7 സാക്രമെന്റ്സ്. പുതിയ നിയമസഭയ്ക്ക് കൂദാശകളില്ല, നമുക്ക് അനുഷ്ഠാനങ്ങൾ മാത്രമേ ഉള്ളൂ. അവർ വലിയ സംഭവമായിട്ടാണ് അവർ ഈ കൂദാശകൾ പറയുന്നത്. ഏതൊക്കെയാ കൂദാശകള്? മാമോദിസ, തൈര്യലേപനം, വിവാഹം, കുർബാന, കുംഭസാരം, തൈര്യലേപനം, തൈര്യലേപനം, രോഗീലേപനം, തിരുപ്പട്ടം, വിവാഹം. കൂദാശകളുടെ രാജ്ഞി ആരാന്നറിയാമോ? അല്ല, തിരുപ്പട്ടം. അല്ലല്ല. കൂദാശയുടെ രാജ്ഞിയായിട്ട് നാമധേയ സഭ പഠിപ്പിക്കുന്നത് കുർബാനയാണ്. അതിന്റെ പരിപാടിയില്ല. അന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബൈബിളിലെ ചില വാക്യങ്ങൾ എടുത്ത് അവർ സ്ഥാപിച്ചിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കൂദാശകളൊന്നുമില്ല. നമ്മളെ പോലെ ഇങ്ങനെ ഒന്നുമില്ലാത്ത പാവപ്പെട്ട കൂട്ടായ്മകളല്ലേ. അതുകൊണ്ടല്ലേ പലരും ഇതൊക്കെ വിട്ടിട്ട് വരാൻ മടിക്കുന്നത്. നമ്മളോട് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ക്രിസ്മസ് ഇല്ല, ഈസ്റ്റർ ഇല്ല, ഒന്നുമില്ല, പിന്നെ നിങ്ങൾക്ക് എന്തോ ഉള്ളേന്ന് പലരും ചോദിക്കാറുണ്ട്. അതാണ്, നമുക്കുള്ളതേ ഉള്ളൂ. നമുക്കൊക്കെ പഠിക്കാം കേട്ടോ. എന്തുകൊണ്ട് നമ്മള് ദൈവം അനുവദിച്ചാല് ക്രിസ്മസ് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല, ഈസ്റ്റർ സെലിബ്രേറ്റ് ചെയ്തൊക്കെ പഠിക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ. അന്നേരം നമ്മുടെ ഏറ്റവും വലിയ അനുഷ്ഠാനമാണ് ബാപ്റ്റിസം എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 28:19 മുതൽ 20 വരെ നമ്മൾ പഠിക്കുമ്പം യേശു തമ്പുരാൻ പറഞ്ഞതാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടുണ്ട്. അന്നേരം കർത്താവ് ചെയ്യണം എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാനമാണ് സ്നാനം എന്ന് പറയുന്നത്. മാമോദിസ എന്ന് പറയുന്നത് സുറിയാനി പദമാണ്. മാമോദിസ എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? സ്നാനം, മുങ്ങി കുളിക്കുക.
മാമോദിസ മുക്കുക എന്നാണ് സമുദായ സഭകൾ പറയുന്നത്. ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ആ പേര് വെച്ച് ദൈവം അവരെ ന്യായം വിധിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2:38 പൗലോസ് അപ്പോസ്തലനായ പത്രോസിന്റെ പെന്തക്കോസ്ത് ദിനത്തിലെ പ്രസംഗത്തിൽ പത്രോസിന്റെ പ്രസംഗം ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോടും വന്നുകൂടിയ ജനം ചോദിച്ചു, ഞങ്ങൾ എന്തോ ചെയ്യണം? അന്നേരം പത്രോസ് പറഞ്ഞു, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനപ്പെടണം. നമുക്ക് അനുഷ്ഠിക്കുവാനുള്ള ഒരു വലിയ ശുശ്രൂഷയാണ് സ്നാനം എന്നുള്ളത്. സ്നാനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനോട് ചേരുവാനും ലോകത്തിന്റെ ഇമ്പങ്ങളെ വിട്ട് ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാനുള്ള ഒരു കർമ്മമാണ്. രണ്ട് കാര്യം അവിടെ നടക്കുന്നുണ്ട്. ഒന്ന്, ലോകത്തിന്റെ ഇമ്പങ്ങളിൽ നിന്നുള്ള വേർപാട്. രണ്ട്, യേശുവിനോട് ചേരുക. ഇത് സ്നാനത്തിലുണ്ട്. യേശുവിനോട് ചേർന്ന് കഴിയുമ്പോൾ ലോകം കാണുന്നത് നമ്മയല്ല, യേശുവിനെയാണ് കാണുന്നത്. ആര് നോക്കിയാലും നമ്മളെ കാണത്തില്ല. നമ്മൾ ക്രിസ്തുവിന്റെ പത്രങ്ങളായിട്ട് അങ്ങ് മാറുക. നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണമെന്ന് പറയുന്ന കാര്യം അവിടെ കിടക്കും. രണ്ടാമത്തെ അനുഷ്ഠാനമാണ് ദ ലോർഡ്സ് ടേബിൾ, ലോർഡ്സ് സപ്പർ, കർത്താവിന്റെ മേശ, തിരുവത്താഴ്. അപ്പോസ്തല പ്രവൃത്തി 2:42 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. 1 കൊരിന്ത്യർ 11:23 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സുവിശേഷങ്ങളിലും കാണാൻ കഴിയും. എല്ലാം വായിക്കാൻ സമയമില്ല. കർത്തൃമേശ സ്ഥാപിച്ചത് യേശുക്രിസ്തുവാണ്. ക്രിസ്തു തിരുവത്താഴം നടത്തി കാണിച്ചത് യേശുവാണ്. തിരുവത്താഴം നടത്താൻ ശിഷ്യന്മാരെ ഫലമേൽപ്പിച്ചതും യേശുക്രിസ്തുവാണ്. ഞാൻ വരുവോളം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യും. അത്തരം തിരുവത്താഴം ആർക്കുള്ളതാണ്? യേശുവിനോട് ചേർന്നവർക്കുള്ളതാണ് തിരുവത്താഴം. എല്ലാവർക്കും ഉള്ളതല്ല. രക്ഷിക്കപ്പെട്ടത് കൊണ്ട് യേശുവിനോട് ചേരാൻ കഴിയത്തില്ല. യേശുവിനോട് ചേരാൻ അല്ലെങ്കിൽ പുതിയ നിയമസഭയുടെ അംഗമാകാൻ ദൈവം വച്ചിരിക്കുന്ന ഏക വ്യവസ്ഥിതി വിശ്വാസ സ്നാനമാണ്. തിരുവചനം ശിശുസ്നാനമോ ഇൻഫന്റ് ബാപ്റ്റിസമോ മുതിർന്ന ബാപ്റ്റിസമോ ഒന്നും പഠിപ്പിക്കുന്നില്ല. വിശ്വാസ സ്നാനം മാത്രമേ പുതിയ നിയമസഭ പഠിപ്പിക്കുന്നു. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നതിന് രക്ഷിക്കപ്പെടും. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. സ്നാനപ്പെട്ടവരാണ് അപ്പം നുറുക്കിയത്. മനസ്സിലായോ? ഒരിക്കൽ സ്നാനപ്പെടാത്ത ഒരാൾ തിരുവത്താഴം കൊടുത്തു. ദൈവങ്ങൾക്ക് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു, എന്നോട് ദൈവം പറഞ്ഞെന്ന് കൊടുക്കാൻ. വചനവിരുദ്ധമായി ഒരു ആലോചനയും ദൈവം തരത്തില്ല. ബൈബിളിൽ എന്ത് പറയുന്നു അത് ദൈവത്തിന്റെ വെളിപ്പാടാണ്, ദൈവത്തിന്റെ ഹിതമാണ്. അതിനപ്പുറത്ത് വേറെ ഒരു ആലോചന ദൈവം കൊടുക്കുകയില്ല. അങ്ങനെ 3-4 പേർക്ക് കിട്ടിയാൽ അത് വെളിവേടായി മാറുകയും ചെയ്യും. ബൈബിളിന്റെ പ്രസക്തി കുറഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് കർത്താവ് ഒന്നും ചെയ്യത്തില്ല. മനസ്സിലായോ?
ആ വ്യക്തിയോട് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു ആ ശുശ്രൂഷകൻ, അതുകൊണ്ട് എന്ത് ചെയ്തു, അവനോട് എടുത്തോട്ടെന്ന് വെച്ചാൽ കൊടുത്തതാ. അതാണ് സത്യം, അല്ല ദൈവം പറയത്തില്ല. മനസ്സിലായോ? നമുക്ക് നമുക്ക് എന്തില്ല? കൂദാശകളില്ല, പകരം നമുക്ക് അനുഷ്ഠാനങ്ങളേ ഉള്ളൂ. നമ്മുടെ അനുഷ്ഠാനം സ്നാനവും തിരുവത്താഴവുമാണ്. മനസ്സിലായോ? ബാക്കിയൊക്കെ നമുക്കുണ്ട്. നമുക്ക് വിവാഹമുണ്ട്, ദൈവാസന്മാർ കോർഡിനേഷൻ ഉണ്ട്, രോഗികളെ എണ്ണപൂശി പ്രാർത്ഥന, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ കൂദാശയായിട്ട് പിന്നെ നിർബന്ധിതമായിട്ട് പുതിയ നിയമസഭയ്ക്ക് അടിച്ചേൽപ്പിക്കേണ്ട ശുശ്രൂഷ. പുതിയ നിയമസഭയ്ക്ക് നിർബന്ധമായി കർത്താവ് കൽപ്പിച്ച കർമ്മങ്ങളിൽ ഈ 2 കർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ തുറന്നു ചിന്തിക്കുന്നത് ദ പർപ്പസ് ഓഫ് ദ ചർച്ച്, ദൈവസഭയുടെ ഉദ്ദേശം. ദൈവസഭയുടെ ഉദ്ദേശം കഴിവതും എല്ലാ വിദ്യാർത്ഥികളും കൃത്യസമയത്ത് ജോയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ അലാറം ഒക്കെ വെക്കണം. എനിക്കറിയാം മലയാളം മീഡിയത്തിൽ ഒത്തിരി കുട്ടികൾ പഠിക്കുന്നുണ്ട്, പക്ഷെ പകുതി പേരെ മിക്ക ക്ലാസ്സുകളിൽ കാണത്തുള്ളൂ. അതെന്താണെന്ന് അറിയത്തില്ല. ക്ലാസ്സുകൾക്കൊക്കെ വിശ്വസ്തയോട് പങ്കെടുത്തില്ലെങ്കിൽ ഗ്രാജുവേഷൻ കിട്ടുമെന്നൊക്കെ ചിലർ പ്രതീക്ഷിക്കുന്നുണ്ട്. കിട്ടാൻ സാധ്യതയില്ല. ഇവിടെ എല്ലാവരുടെ അറ്റൻഡൻസ് ഇവിടെ എടുക്കുന്നുണ്ട്. മനസ്സിലായോ? ഞാൻ ഇതിനകത്ത് എപ്പോഴും ജോയിൻ ചെയ്തതിൽ എല്ലാ ക്ലാസ്സിന്റെ അറ്റൻഡൻസ് എടുക്കാൻ ഞാൻ ഒരാളെ ഫലമേൽപ്പിച്ചിട്ടുണ്ട്. പേരൊന്നും ഞാൻ പറയുകയില്ല. അത് കൃത്യമായിട്ട് എന്നെ അറിയിക്കും. ഒരു ക്ലാസ്സിൽ എത്ര പേരുണ്ടായിരുന്നു, ആരൊക്കെ വന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ അറിഞ്ഞിരിക്കും. അതുകൊണ്ട് ആർക്കും എന്നെ അങ്ങനെ ഹൈഡ് ചെയ്യാൻ പറ്റിയല്ല. നിർബന്ധമായിട്ട് എല്ലാവരും ക്ലാസ്സിൽ കയറണം, പഠിക്കണം. മനസ്സിലായോ? ഇതൊരു നേരം പോക്കിന് വേണ്ടിയല്ലേ. നിങ്ങളിത് കാരണം ഇപ്പൊ ഇന്ന് ഇൻട്രഡക്ഷൻ പോയാൽ പിന്നെ തുടർന്നുള്ള കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അതാണ് അതിന് വിഷയം. മനസ്സിലായോ? അതാണ് തുടക്കം മുതൽ ഒടുക്കം വരെ. ഞാൻ എല്ലാവരും ഉദ്ദേശിച്ചല്ല പറഞ്ഞ, നിങ്ങളൊക്കെ കുടുംബമായിട്ട് താമസിക്കുന്നവർ ചിലപ്പോൾ ഒരു എമർജൻസി വന്നേക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വന്നേക്കാം. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ എന്റെ ക്ലാസ്സിൽ കയറാത്ത പലരെയും എനിക്കറിയാം. എന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നിശ്ചയമായിട്ട് അവരോട് ചോദിക്കുമ്പോൾ ഒരുപാട് ഒഴിവുകളാണ് പറയുന്നത്. ഓരോ ഒഴിവുകൾ സമ്മതിച്ചു, 2, 3, 4 ഇതൊക്കെ സമ്മതിക്കുക. കണ്ടിന്യൂസ് ആണെങ്കിൽ വേറെ രോഗം എന്താണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് വളരെ കൃത്യനിഷ്ഠയോടുകൂടെ പഠിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവസഭയുടെ ഉദ്ദേശം എന്താണ്? സഭയുടെ ഉദ്ദേശത്തെ കുറിച്ച് എന്തറിയാം? ജോസഫ് ജാക്കബ് പാസ്റ്ററെ, ദൈവസഭയുടെ ഉദ്ദേശം? പാസ്റ്റർക്ക് സ്തോത്രം കിട്ടാനുള്ളതായ ഒരു വേദിയായിട്ടാണ് ചിലർ കണ്ടേക്കുന്നത്. ചിലർ അങ്ങനെ കണ്ടേക്കുന്നത്. അതാണോ? വി.പി. ജോൺ പാസ്റ്ററെ, വി.പി. ജോൺ പാസ്റ്റർ സൗണ്ടൊക്കെ കേട്ടാലേ നമുക്കൊരു സന്തോഷം വരത്തുള്ളൂ. സഭയുടെ ഉദ്ദേശം എന്താ? ആരും മിണ്ടുന്നില്ലല്ലോ, എന്ത് പറ്റി ഇത്? നിങ്ങളൊക്കെ സഭയിലെ മെമ്പേഴ്സ് ആണോ? ആ, ഓക്കെ. ഏത് മനുഷ്യന് ആ, അതൊരു ഭാഗമാണ്. അന്ധകാരത്തിൽ കിടക്കുന്ന മനുഷ്യ എന്തോ? അന്ധകാരത്തിൽ കിടക്കുന്ന മനുഷ്യരെ ദിവ്യജ്യോതിയിലേക്ക് നയിക്കുക. ദൈവത്തിന്റെ പദ്ധതികളെ വെളിപ്പെടുത്തി കൊടുക്കുവാനാണ് സഭയെ. അതാരാ പറയുന്നേ? ഓക്കെ. ആ, നമുക്കെല്ലാം വെളിപ്പെടുത്തി കൊടുക്കണം പാസ്റ്ററെ. ദൈവത്തിന്റെ പദ്ധതികളെ വെളിപ്പെടുത്തുവാനാണ് സഭ. ആമേ. ഞാനൊരു 4 കാര്യങ്ങൾ പറയാം. ഒന്ന്, ദൈവസഭയെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിന് മഹത്വം കൊടുക്കുവാനുമാണ്. നമ്മുടെ ഡ്യൂട്ടി എന്താണ്? ഒന്ന്,
We have to worship the Lord. We have to praise the Lord. ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിന് മഹത്വം കൊടുക്കാനുമാണ് സഭയെ ദൈവം ഭൂമിയിൽ സ്ഥാപിച്ചത്. ആദാമിനെ ഹവ്വയും ദൈവം ഭൂമിയിൽ ഏദൻ തോട്ടത്തിൽ ആക്കിയത് എന്തിനാണ്? ദൈവത്തോടുകൂടെ വസിക്കാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ. സഭയെ എന്തിനാണ് ദൈവം തെരഞ്ഞെടുത്തത്? നമ്മെ തെരഞ്ഞെടുത്തത് എന്തിനാണ്? ദൈവത്തെ ആരാധിക്കാനാണ്. മനസ്സിലായോ? നിങ്ങൾ സമയം പോലെ എഫെസ്യ ലേഖനം 1-ാം അധ്യായം 4, 5, 6 വാക്യങ്ങൾ വായിക്കുക. ദൈവത്തെ പുകഴ്ത്തുവാനാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്. സെക്കൻഡ് വൺ, സുവിശേഷം അറിയിക്കുക. ചർച്ചിന്റെ മിഷനാണ്, ദൗത്യമാണ് ഗാസ്പൽ പറയുക എന്നുള്ളത്, സുവിശേഷം പറയുക എന്നുള്ളത്. മർക്കോസിന്റെ സുവിശേഷം 16:15 എന്താ എഴുതിയേക്കുന്നത്? മർക്കോസ് 16:15 ഇതൊക്കെ കാണാതെ പറയേണ്ടതാ, നോക്കി പറയേണ്ട വാക്യങ്ങളല്ല അതൊക്കെ. നിങ്ങൾ ഭൂലോകത്തിലൊക്കെ സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിക്കും. അന്നേരം സുവിശേഷം അറിയിക്കുക എന്നുള്ള ഭയങ്കര ദൗത്യമാണ് നമുക്കുള്ളത്. സുവിശേഷം അറിയിക്കാൻ മനസ്സില്ലാത്ത സഭ യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ടെലിവിഷനിൽ കൂടെ, അനേക മീഡിയയിൽ കൂടെ ഒക്കെ സുവിശേഷം ശക്തമായി പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സുവിശേഷം എന്ന് പറയുന്നത് യൂട്യൂബിൽ ഒരാളുടെ പ്രസംഗത്തെ വേറൊരാള് ഖണ്ഡനം ചെയ്യുകയും ഒരാളെ ചീത്ത വിളിക്കുകയും പിന്നെ അവിടെ മനസ്സിൽ തോന്നുന്നു പറയുകയും ചെയ്യുന്നതല്ല സുവിശേഷം. നമ്മളെ അതിനൊന്നും അല്ല ദൈവം വിളിച്ചേക്കുന്നത്. ദൈവം നമ്മെ വിളിച്ചത് ലോകത്തിന്റെ മുമ്പിൽ യേശു ആരാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ആകാശത്തിന്റെ ഭൂമിയിൽ മനുഷ്യരിൽ നാം രക്ഷിക്കപ്പെടുവാൻ യേശു ക്രിസ്തു അല്ലാതെ വേറെ ഒരു നാമവുമില്ല. അത് പ്രഘോഷിക്കുവാനാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. സഭയുടെ ഒന്നാമത്തെ ഉദ്ദേശം ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. സെക്കൻഡ് വൺ, സുവിശേഷം അറിയിക്കുക. മൂന്നാമത്, സഭ എന്ന് പറയുമ്പോൾ നിങ്ങൾ പോയി ഓപ്പൺ എയർ നടത്തി, അല്ലെ കൺവെൻഷൻ നടത്തി, അല്ലെ ഇവാഞ്ചലിസം, പേഴ്സണൽ ഇവാഞ്ചലിസം ഒക്കെ നടത്തി ആൾക്കാർ സഭയെ വന്നു, അവർ രക്ഷിക്കപ്പെട്ടു വന്നു. അവർക്ക് വേറെ അടുത്ത കാര്യങ്ങളൊന്നുമില്ല. സഭയുടെ ദൗത്യമാണ് അവരെ തിരുവചനം പഠിപ്പിക്കുക എന്നുള്ളത്, അവരെ പ്രബോധിപ്പിക്കുക എന്നുള്ളത്. എക്സോർട്ടേഷൻ ആൻഡ് ഇൻസ്ട്രക്ട് ടു ദ ബിലീവേഴ്സ്. ദൈവജനത്തെ പഠിപ്പിക്കണം, അവരെ പ്രബോധിപ്പിക്കണം. അത് സഭയുടെ ഡ്യൂട്ടിയാണ്. സഭയ്ക്കകത്തുള്ള ആളുകൾ എല്ലാവരും ഒരേ വീക്ഷണത്തിലുള്ളവരോ ഒരേ വിശ്വാസത്തിലുള്ളവരോ ഒന്നുമല്ല. തിരുവചനം അവരെ പഠിപ്പിക്കണം. നമ്മുടെ സഭകളിലൊക്കെ പൊതുവെ എന്തുണ്ടെന്നറിയാമോ? കോട്ടേജ് മീറ്റിംഗ് കാണും, ലേഡീസ് മീറ്റിംഗ് കാണും, സഭായം കാണും, ഉപവാസ പ്രാർത്ഥന കാണും. ബൈബിൾ സ്റ്റഡി എന്ന് പറയുന്ന സംഭവം മിക്ക സഭകളിലും ഇല്ല. ബൈബിൾ സ്റ്റഡി അത്യാവശ്യമാണ് സഭകളിൽ. നിങ്ങളിത് പോയി സഭയിലൊന്നും പോയി വഴക്കുണ്ടാക്കാനൊന്നും പോയേക്കല്ലേ. ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഞാൻ അനേക സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സഭകളെല്ലാം തുടങ്ങുന്നത് ഒരു സ്ഥലത്ത് ഒരു പൈനിയർ വർക്കായിട്ട് എടുക്കാൻ വേണ്ടി ചെന്നിട്ട് അവിടെ ഒരു ബൈബിൾ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യും. ആ ബൈബിൾ സ്റ്റഡിയിൽ വരുന്ന ജനമാണ് പിന്നത്തേതിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗങ്ങളായി മാറുന്നത്. അങ്ങനെ സ്ഥാപിച്ച സഭകൾ, ആ ഒരു സഭയിലാണ് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്.
എന്നാൽ സഭയുടെ ഉത്തരവാദിത്വമാണ് ജനത്തെ വചനം പഠിപ്പിക്കുക എന്നുള്ളത്. മനസ്സിലായോ? അവൻ സഭയിൽ ചിലരെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഇടയന്മാരും ഉപദേഷ്ടക്കന്മാര്, ടീച്ചേഴ്സ് എന്നുള്ള പദം നിങ്ങൾ പഠിക്കുക. എഫീസർ 4:11 പിന്നെ സുവിശേഷകന്മാരായി നിയമിച്ചിരിക്കുന്നു. എല്ലാ സഭയ്ക്കും ടീച്ചേഴ്സ് വേണം, ബൈബിൾ ടീച്ചേഴ്സ്. പാസ്റ്റർമാര് അതിന് കഴിവുള്ളവരാണെങ്കിൽ അത് പാസ്റ്റർ തന്നെ പഠിപ്പിക്കണം. അതുകൊണ്ടാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരൊക്കെ സഭയുടെ ചുമതലയിൽ നിൽക്കുന്നതും അവർ പഠിപ്പിക്കുന്നതും. നാലാമത്തത്, സഭ നിരന്തരമായി ദൈവത്തിന്റെ സാക്ഷിയാകണം. അപ്പോസ്തലപ്രവൃത്തി 1:8 നിങ്ങൾ ഒരിക്കലും മറക്കരുത്. സഭയുടെ ദൗത്യം ആ ലോക്കൽ ഏരിയയിൽ മാത്രമല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സഭകളിൽ നിന്നൊക്കെ മിഷണറിമാർ എഴുന്നേൽക്കണം. മനസ്സിലായോ? സഭയിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ പോകാനൊന്നും പറ്റിയല്ല, എങ്കിലും സഭയിൽ നിന്നൊക്കെ മിഷണറിമാർ എഴുന്നേൽക്കണം. സ്വന്തം നാട്ടിൽ പ്രവർത്തിക്കുന്നവർ കാണണം, അടുത്ത പട്ടണത്തിൽ പ്രവർത്തിക്കുന്നവർ കാണണം, സ്വന്തം മാതൃരാജ്യത്ത് പ്രവർത്തിക്കുന്നവർ കാണണം, മറ്റ് രാജ്യം വിട്ട് പ്രവർത്തിക്കുന്നവർ കാണണം. എന്നിട്ട് നമ്മുടെ സഭ അവർക്ക് പ്രാർത്ഥനാ സപ്പോർട്ടായിട്ടും ഫൈനാൻഷ്യൽ സപ്പോർട്ടായിട്ടും ഒക്കെ നിന്നാൽ അനേകര് കർത്താവിനെ അറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. മനസ്സിലായോ? 4 കാര്യം പറഞ്ഞു. ദൈവസഭയുടെ ഉദ്ദേശം എന്തൊക്കെയാന്ന് പറയാമോ? ജോൺസൺ CP എന്ന് പറയാമോ? പറയാമോ? ദൈവത്തെ ആരാധിക്കാനും ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും. രണ്ടാമത്തെ പോയിന്റ് സുവിശേഷം അറിയിക്കുക. മൂന്നാമത്തെ പോയിന്റ് ജനത്തെ വചനം പഠിപ്പിക്കുക. നാലാമത്തെ പോയിന്റ് സഭ നിരന്തരം ദൈവത്തിന്റെ സാക്ഷിയാകണം. ആമേൻ. ഇത് ശരിക്കും എല്ലാവരും പഠിച്ചു വെച്ചോണം. ദൈവം സഹായിക്കട്ടെ. ഇനിയും ചില നമ്മൾ പെന്തക്കോസ്തുകാർക്ക് എന്തുവാണ്, ഒരുപാട് സഭകളിൽ മുട്ടിന് സഭയാണ്. കേട്ടിട്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഇപ്പൊ സിംഗപ്പൂരിലൊക്കെ ഒരുപാട് പെന്തക്കോസ്ത് സഭകളുണ്ടോ? ഞാൻ വന്നപ്പോ അവിടെ 2 സഭയോ 3 സഭയോ ഉണ്ടായിരുന്നു. ഒത്തിരി സഭകളുണ്ടല്ലേ? കാരണം ഓരോ വർഷം കഴിയുമ്പോൾ കൂടുക. ധാരാളം സഭകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമുക്ക് തോന്നും ഇത് അതിന്റെ കുഴപ്പം പിടിച്ച കേസാന്ന് തോന്നുന്നു. അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ദൈവസഭ ആദ്യം നമ്മൾ മനസ്സിലാക്കണം, ഒരു ഗാർഡൻ ആണെന്ന് മനസ്സിലാക്കണം. ദൈവസഭ ഒരു തോട്ടമാണ്. സോങ് ഓഫ് സോങ്സ് ചാപ്റ്റർ 4:12 എന്ന് വായിക്കാമോ? ഉത്തമഗീതങ്ങൾ 4:12. ഉത്തമഗീതങ്ങൾ 4:12 വായിക്കാം. എന്റെ സഹോദരി, എന്റെ കാന്ത കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം. അടച്ചിരിക്കുന്ന ഒരു തോട്ടം. നമുക്കറിയാം, ഉത്തമഗീതം ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധത്തെ കുറിക്കുന്ന ഒരു പുസ്തകമാണ്. എന്റെ കാന്ത കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം. ഒരു തോട്ടത്തിനകത്ത് ഒത്തിരി വൃക്ഷങ്ങളുണ്ട്, ഫലപുഷ്ടമായിരിക്കുന്ന പല വൃക്ഷങ്ങളുണ്ട്. ഇന്ന് ഒട്ടുമിക്ക വീടുകളിലും മനോഹരമായിരിക്കുന്ന ഫാമുകളുണ്ട്, തോട്ടങ്ങളുണ്ട്. ഞാൻ തന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് കുറെ വാങ്ങിച്ചു വെച്ചു. പലതരത്തിലുള്ള മാങ്ങ, പിന്നെന്താ ഈ ചിക്കു എന്ന് പറഞ്ഞ സംഭവം, റംബുട്ടാന്, ഞാവല്, പിന്നെ സീതപ്പഴം,
ഇങ്ങനെ മൽബറി, ഇങ്ങനെ കുറെ സാധനങ്ങൾ ഞാൻ കൊണ്ട് നട്ടു. ഒരു തോട്ടത്തിനകത്ത് ഒരു ഫ്രൂട്ട് മാത്രമല്ല ഉള്ളത്, പലതുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ ഈ ലോകമാകുന്ന ഈ വിസ്താരമായിരിക്കുന്ന ഈ എസ്റ്റേറ്റിൽ ധാരാളം ലോക്കൽ ചർച്ചുകളുണ്ട്. ഈ ലോകത്തിൽ പല സംഘടനകൾ വൈവിധ്യമായിരിക്കുന്ന ഫലങ്ങൾ തന്ന് ദൈവത്തിന്റെ അദൃശ്യ സഭയെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില സർവ്വലോകത്തെക്കാളും വിലയുള്ളതാണ്. അങ്ങനല്ലേ? അതാണോ? ഈ ചെറിയ ചെറിയ കൂടിവരവുകളൊക്കെ വരുമ്പോൾ അവിടുത്തെ ദൈവമക്കൾക്കും ദൈവദാസനൊക്കെ ഇൻട്രസ്റ്റ് വരും. ദൈവമേ, ചിലർ ജീവിതങ്ങൾ വിടുവിക്കപ്പെടണം, 10 കുടുംബത്തെ വേണം, 10 വിശ്വാസിയെ വേണം. അവർ ഹാർഡ് വർക്ക് ചെയ്യും, ആൾമാക്കൾ വിടുവിക്കപ്പെടും. യെരുശലേമിലെ ഒരു സഭ കൊണ്ട് അപ്പോസ്തലന്മാരും വിശ്വാസികളും തൃപ്തിപ്പെട്ടിരുന്നപ്പോഴാണ് ദൈവം പീഡ അയച്ചത്. ചിതറിപ്പോയവർ അവിടെ വചനം പ്രസംഗിച്ചു, ജനം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭകളുണ്ടായി. സഭയ്ക്കകത്ത് സ്പ്ലിറ്റ് ഉണ്ടായി പിരിഞ്ഞു പോകുന്ന കാര്യമൊന്നുമല്ല ഞാനീ പറയുന്നത്. കൂടിവരവുകൾ ഉണ്ടാകട്ടെ, അനേകർ കർത്താവിന്. അതുകൊണ്ട് ആത്മാക്കൾ വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കും, ദൈവരാജ്യം വിശാലമായിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? പല പുഷ്ടിയുള്ള ഫ്രൂട്ട്സ് ഉള്ള സഭകളെ ദൈവം എഴുന്നേൽപ്പിക്കും. മനസ്സിലായോ? അന്നേരം ആ തോട്ടത്തിൽ പല ലോക്കൽ സഭകളുണ്ട്. ദൈവത്തിന്റെ തോട്ടത്തിൽ ഷാരോനുണ്ട്, IPC ഉണ്ട്, ചർച്ച ഓഫ് ഗോഡ് ഉണ്ട്, അസംബ്ലീസ് ഓഫ് ഗോഡ് ഉണ്ട്, ഇൻഡിപെൻഡന്റ് ഉണ്ട്. ദൈവത്തിന്റെ തോട്ടത്തിൽ ഒത്തിരി സഭകളുണ്ട്. അന്നേരം പല ഫ്രൂട്ട്സ് തരുന്ന വൃക്ഷം പോലെ ഇന്ന് ലോകത്തിൽ പല സംഘടനകൾ വൈവിധ്യമായിരിക്കുന്ന ഫലങ്ങൾ തന്ന് ദൈവത്തിന്റെ സഭയെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നീ ശരിയല്ല, ഞാൻ ശരിയല്ല, അവർ ശരിയല്ലെന്ന് പറയാനൊന്നും നമ്മളെ ദൈവം ആക്കിയിട്ടില്ല. അവരവരും ദൈവം കൊണ്ട് തീർക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലായോ? ഓക്കെ, ഞാൻ പറഞ്ഞു വന്ന് പത്രം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്കാൻ പോവാണ്. ചർച്ച് ആൻഡ് ഡിസിപ്ലിൻ, സഭയും ശിക്ഷണവും. സഭയും ശിക്ഷണവും. നമ്മള് രക്ഷിക്കപ്പെടാനുള്ള ഉപദേശം പറയും, സ്നാനത്തിന്റെ പറയും, തിരുവത്താഴത്തിന്റെ കാര്യം പറയും, അഭിഷേകത്തിന്റെ കാര്യം പറയും, ഇതെല്ലാം നമ്മൾ പറയും. പക്ഷേ ദൈവസഭയ്ക്ക് വേണ്ടതും ദൈവസഭയെ പഠിപ്പിക്കേണ്ടതുമായിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ഇന്ന് പലതും പഠിപ്പിക്കാറില്ല. ദൈവസഭയുടെ ശിക്ഷണ നടപടി ആരെങ്കിലും പഠിപ്പിക്കാറുണ്ടോ? സാറേ, സഭ കെട്ടിയടച്ചിരിക്കുന്ന തോട്ടാണെന്ന് പറഞ്ഞു, അതിനെ കുറിച്ച് പറഞ്ഞു. അല്ല, കെട്ടിയടച്ചിരിക്കുന്ന തോട്ടം എന്നൊരു തോട്ടത്തിൽ അതിനകത്ത് ഒത്തിരി പല വിഷയങ്ങൾ ഉള്ളതുപോലെ തന്നെ ഒരുപാട് ലോക്കൽ ചർച്ചകൾ അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ ഞാൻ. കെട്ടിയടച്ചിരിക്കാനെ കുറിച്ച് പറഞ്ഞില്ല. അല്ല, അത് ഞാൻ ആ ഭാഗം എടുത്ത് വിശദീകരിക്കാൻ വന്നതല്ല ഞാനത്. മനസ്സിലായ? നമ്മൾ പഠിക്കുമ്പോൾ സഭ എന്നൊരു ഗാർഡനാണ്, അതിന്റെ മെയിൻ പോയിന്റ് പറഞ്ഞതേ ഉള്ളൂ. അല്ല, അത് തന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ തന്നെ മണിക്കൂർ കണക്കിന് പഠിപ്പിച്ചാൽ തീരത്തില്ല. അതുപോലാണ്. അത് കെട്ടി അടയ്ക്കപ്പെട്ട തോട്ടത്തെ വേർപാടിനെ കാണിക്കുന്നു. ആ കെട്ട് ഉറപ്പുള്ളതായിരിക്കണം, അത് ഉപദേശത്തിൻ്റെതാണ്. ഇങ്ങനെ പല കാര്യമുണ്ട്. ഞാൻ അതുകൊണ്ട് പോകുന്നില്ല. സഭയും ശിക്ഷണവും എന്നുള്ള വിഷയം നമ്മൾ പഠിക്കാൻ പോവാണ്. സഭയിൽ അച്ചടക്ക നടപടി ദൈവദാസന്മാര് പൊതുവെ പഠിപ്പിക്കാറില്ല. അത് ആദ്യം മുതലേ അങ്ങനെ ആയി പോയത് കൊണ്ട് ഇപ്പൊ ഇടയ്ക്ക് കയറി പഠിപ്പിച്ചാൽ മിക്കവരെയും
അച്ചടക്ക നടപടിക്ക് വിധേയമാക്കേണ്ടത് കൊണ്ട് ആ ഭാഗത്തോട്ട് ആരും എന്ത് ചെയ്യുന്നില്ല, പ്രവേശിക്കുന്നില്ല. അതാണ് സത്യം. വിശ്വാസികൾ പ്രശ്ന പരിഹാരത്തിന് ലോക കോടതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാലമായത്. വിശ്വാസികൾ അവരുടെ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് ലോക കോടതികളിൽ പോകേണ്ടവരല്ല. അവർ വരേണ്ടത് സഭാ കോടതിയുടെ മുമ്പാകെയാണ്, അല്ലെ ചർച്ച് കൗൺസിലിന്റെ മുമ്പാകെ അവർ വരണം. ഒരിക്കലും ജാതികളല്ല ഒരു ആത്മീയന്റെ വിധി നിർണയിക്കേണ്ടത്. ലോകമനുഷ്യരല്ല ആത്മീയരുടെ കാര്യത്തിന് പരിഹാരം തരേണ്ടത്. കേൾക്കാൻ കഴിയുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഓക്കെ. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 1 മുതൽ 3 വരെ ഒന്ന് വായിച്ചേ. നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ല അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയാ, രണ്ട് വിശുദ്ധന്മാർ തമ്മിൽ, രണ്ട് വിശ്വാസികൾ തമ്മിൽ ഒരു വിഷയം ഉണ്ടായാൽ നിങ്ങൾ അത് അഭക്തരുടെ മുമ്പിൽ ലോക കോടതിയിലേക്ക് കേസ്. ഇപ്പൊ കേസില്ലാത്ത ബന്ധക്കോസ് സഭകൾ എത്ര എണ്ണം ഉണ്ടാ എനിക്കറിയത്തില്ല. എല്ലായിടത്തും അങ്ങ് കേസാ. വിഷയം നമുക്കുണ്ടാകാം. മനുഷ്യന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് പ്രാപിക്കാത്ത കാലത്തോളം എന്തുണ്ടാകാം? പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാകാം. പക്ഷെ അത് പരിഹരിക്കേണ്ടത് എവിടാ? സഭയ്ക്ക് പുറത്തല്ല, സഭയ്ക്കകത്ത് തന്നെ പരിഹരിക്കാൻ ശ്രമിക്കണം. അതിന് 12-ാമത്തെ വാക്യം വായിക്കാമോ? 1 കൊരിന്ത്യർ 6:12. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുകയുമില്ല. 12-ാം വാക്യമല്ലേ വായിച്ചേ? 1 കൊരിന്ത്യർ 6:12 അല്ലേ? അതെ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എനിക്ക് സകലത്തിനും കർത്തൃത്വം നടത്താൻ അധികാരമുണ്ട്. കൊരിന്ത്യ പട്ടണത്തിലെ സഭ സ്ഥാപിച്ചതാണ് പൗലോസ്. പക്ഷേ സഭയ്ക്കകത്ത് പ്രശ്നങ്ങൾ വന്നപ്പോൾ ഈ വിഷയം പൗലോസിന്റെ മുമ്പിൽ കൊണ്ടുവരികയോ പത്രോസിന്റെ മുമ്പിൽ കൊണ്ടുവരികയോ കേഫാവിന്റെ മുമ്പിൽ അപ്പൊല്ലോസിന്റെ മുമ്പിൽ കൊണ്ടുവരികയോ ചെയ്യാതെ, അവർക്ക് അവരുടെ വലിയ മൂപ്പന്മാരും മിഷണറിമാരും അവിടുത്തെ തൂണുകളൊക്കെ അഭക്തരുടെ മുമ്പിൽ കൊണ്ടുവന്നു. നമ്മൾ ആരാണെന്നറിയാമോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കേണ്ടുന്നവരാ. ഇപ്പൊ ലോകം നമ്മെ വിധിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായോ? ഒരു കാരണവശാലും എന്ത് പ്രതിസന്ധിയാണെങ്കിലും നമ്മളിൽ തന്നെ ആ വിഷയം തീരണം. നമ്മുടെ സർക്കിളിൽ അത് തീരണം. നമ്മുടെ പ്രശ്നം സഭയ്ക്ക് പുറത്ത് പോകല്ലേ. അങ്ങനെ സഭയ്ക്ക് പുറത്ത് പോകുന്നതുകൊണ്ടാണ് ഇന്ന് യൂട്യൂബിലൊക്കെ ഇതൊക്കെ നമ്മൾ കാണുന്നത്. മനസ്സിലായോ? ദൈവനാമം ദുഷിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ആരും രക്ഷിക്കപ്പെടുന്നില്ല. അത് ദൈവസഭയ്ക്കകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ആരിട്ടാലും ദൈവം അവനോട് ഇടപെടും എന്നുള്ളത് യാതൊരു സംശയമില്ല. നമ്മളെ അതിന് വിളിച്ചതല്ല. മനസ്സിലായോ? കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങള് വടക്കൻ പറവൂർ എന്ന സ്ഥലത്ത് ശുശ്രൂഷിച്ചപ്പോൾ ഒരു 3 ദിവസത്തെ ബൈബിൾ ക്ലാസ്സും കൺവെൻഷനൊക്കെ വെച്ചു. അന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ ആ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു.
യേശുവിനെ യൂദ ഒറ്റിക്കൊടുക്കണമെന്നുള്ളത് തിരുവെഴുത്തിൽ സത്യമാണ്. തിരുവെഴുത്തിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. സഹോദരൻ, നീ അതിനാകല്ല, നീ അതിനാകരുത്. ചില കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ദൈവം ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവര് ചെയ്തോട്ടെ. പക്ഷെ നീ അതിനായി നിൽക്കരുത്. നീ സഭയെ ഒറ്റിക്കൊടുക്കരുത്. നീ ദേവദാസനെ ഒറ്റിക്കൊടുക്കരുത്. നീ നിന്റെ കൂട്ടുവിശ്വാസിയെ ഒറ്റിക്കൊടുക്കരുത്. നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോടൊരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരത് തീർക്കണം. അല്ലേ? വിശുദ്ധന്മാരത് തീർക്കണം. സഭയ്ക്കകത്ത് പ്രായമുള്ളവരുണ്ട്, ദൈവദാസന്മാരുണ്ട്, അല്ലെ സഭയ്ക്ക് പറ്റിയെങ്കിൽ സെന്റർ ഉണ്ട്, റീജിയൻ ഉണ്ട്, കേന്ദ്ര പല ഉണ്ടല്ലോ. അതിനകത്തത് തീരണം. അഭക്തരുടെ മുമ്പിൽ നാം പോകരുത്. ലോകം നമ്മളെ വിധിക്കാൻ നാം വിട്ടുകൊടുക്കരുത്. പല കോടതി വിധികളും നമുക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും അല്ലാതെയൊക്കെ വന്നുകൊണ്ടിരിക്കുക. ഇന്ന് എന്തുകൊണ്ട് പലരുടെയും പേരിൽ ശിക്ഷണ നടപടികൾ സ്വീകരിക്കുന്നില്ല? എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? പണ്ട് എൻ്റെ സ്വന്തം നാട്ടിൽ വലിയൊരു പണക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. ഇടയ്ക്കിടയ്ക്ക് അത് ഇങ്ങനെ ഇച്ചിരി വെള്ളമൊക്കെ അടിക്കും. വിശ്വാസിയാകട്ടോ. അന്നേരം സഭയിലെ വിശ്വാസികളൊക്കെ ഈ വിഷയം പാസ്റ്ററെ ധരിപ്പിച്ചു. ആ പാസ്റ്റർ ഇന്നില്ല കേട്ടോ, പാസ്റ്റർ മരിച്ചുപോയി. പഴയ കാലത്തെ ഒരു കാര്യമാണ് പറയുന്നത്. ഉടനെ പാസ്റ്ററുടെ മറുപടി ഭയങ്കര രസകരമായിരുന്നു. അതേ ഇച്ചിരി കുടിച്ചാലും നമ്മുടെ മാസയോ എല്ലാം നടത്തി തരുന്ന പുള്ളിയല്ലേ. കൺവെൻഷന് പൈസ മുടക്കും, എല്ലാ കാര്യങ്ങളും പുള്ളിയെ ഹാൻഡിൽ ചെയ്യുന്നത്. സഭയ്ക്ക് വലിയ ബാധ്യതയില്ല. അദ്ദേഹം കുടിച്ചാൽ നമുക്കെന്നെ അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു. അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ആ വിഷയമല്ല ഈ കാര്യം. ഇന്ന് എന്തുകൊണ്ട് പലരുടെയും പേരിൽ ശിക്ഷണ നടപടി സ്വീകരിക്കുന്നില്ല? ഒന്ന്, പാപത്തെ ശിക്ഷിച്ചാൽ സഭയുടെ വരുമാന മാർഗം കുറയും. ഒന്നാമത്തെ കാര്യം അതാ. സഭയ്ക്ക് വല്ലതും ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് തെറ്റ് കാണിച്ചാൽ അതിനെ ശാസിക്കാത്തതിന്റെ കാരണം സഭയുടെ വരുമാന മാർഗം പോകും. ഇന്ന് എത്രയോ നാമധേയ സഭകളിൽ ഷാപ്പ് നടത്തുന്നവരുണ്ട്. എന്താ മുടക്കാത്ത? എത്രയോ ദൈവം ഇല്ലെന്ന് വാദിക്കുന്നവർ എത്രയോ ഇടങ്ങളിലുണ്ട്. എത്രയോ വലിയ വലിയ തെറ്റുകൾ ചെയ്യുന്നവരുണ്ട്. ഇവരൊന്നും മുടക്കുന്ന കാണുന്നില്ലല്ലോ. കാരണം സഭയുടെ വരുമാന മാർഗം നഷ്ടപ്പെടാതിരിക്കാൻ തെറ്റിനെ ശിക്ഷിക്കുന്നില്ല. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നാട്ടിലൊരു ചർച്ചിൽ ശുശ്രൂഷയിൽ ഇരിക്കുമ്പോൾ യൗവനക്കാരനായ ഒരു സഹോദരൻ, പഴയ കാലത്താണ്, വലിയ ബുദ്ധിമുട്ടുള്ള കാലത്താണ്, എല്ലാ ആഴ്ചയിലും ഒരു 20 രൂപ കൊണ്ട് എനിക്ക് കൊണ്ടുതരും. ആരാധന കഴിയുമ്പോൾ ആ സഹോദരൻ 20 രൂപ കൊണ്ടുതരും. അത് ആ കാലത്ത് നമുക്ക് ഒത്തിരി ആശ്വാസമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഇടയ്ക്ക് വെള്ളം അടിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് എനിക്ക് കിട്ടി.
അതുപോലെ സഭായത്തിന് വന്നു, ആരാധന കഴിഞ്ഞ് ഈ സഹോദരൻ എനിക്ക് പൈസ കൊണ്ടുവന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ബ്രദറെ, ഇന്ന് മുതൽ ബ്രദറിന്റെ ദശാംശം ഞാൻ വാങ്ങിക്കുകയില്ല. അതെന്നാ പാസ്റ്ററെ? ഞാൻ പറഞ്ഞു, ദൈവ വഴി വിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടുള്ള റിപ്പോർട്ട് എനിക്ക് പുറത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അത് എന്നോട് പറഞ്ഞ കാര്യം കേൾക്കണം. ഞാൻ എത്രയോ ദൈവാസന്മാർക്ക് പൈസ കൊടുക്കുന്നുണ്ട്, ആരും എന്നോട് ഇതുവരെ വേണ്ട എന്ന് പറഞ്ഞില്ല. പാസ്റ്റർ മാത്രമേ അങ്ങനെ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞു, എന്ന് സഹോദരൻ യഥാസ്ഥാനപ്പെട്ട് വരുന്നു അന്ന് എനിക്ക് കൊണ്ട് തന്നാവുന്നത്. ഞാനത് വാങ്ങിക്കാൻ വന്നപ്പോൾ പുള്ളിക്ക് പശ്ചാത്താപം ഉണ്ടായി. പാസ്റ്റർ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇനി ഞാൻ ഒരിക്കലും ദൈവം വഴി വിട്ട് പോവുകയില്ല എന്ന് എന്റെ മുമ്പിൽ തീരുമാനമുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ, പറയേണ്ട കാര്യങ്ങൾ പറയണം. അത് അവരുടെ ഗുണത്തിനാണ്, അവർ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ്, പിന്മാറ്റത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ്. പണത്തേക്കാൾ വലുതാണ് നിത്യത എന്നുള്ളത്. ഒരാത്മാവിനെ നേടുക എന്നുള്ളത് 20 രൂപ കൊണ്ടോ 100 രൂപ കൊണ്ട് കിട്ടുന്ന സംഭവമല്ല. ഇന്ന് ലീഡേഴ്സ് ഒക്കെ പാപത്തെ ശിക്ഷിക്കാൻ എഴുന്നേൽക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. രണ്ടാമത്, വിശുദ്ധിക്ക് നൽകുന്നതിനേക്കാൾ അമിത പ്രാധാന്യത ജനസമ്മതിക്കും പണത്തിനും സഭ കൊടുക്കുന്നു. വിശുദ്ധിക്ക് നൽകുന്നതിനേക്കാൾ അമിത പ്രാധാന്യത ജനസമ്മതിക്കും പണത്തിനും ജനം കൊടുക്കും, സഭ കൊടുക്കുന്നു. ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനാണ്? വിശുദ്ധിയോട് ജീവിക്കാൻ വേണ്ടിയാണ്. അശുദ്ധമായതൊന്നും തുടരുതെന്നാ വചനം പറയുന്നത്. അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾ വേറിട്ടിരിക്കണമെന്നാ പറയുന്നത്. ജനത്തിന് വേണ്ടുന്നത് ജനസമ്മതിയാണ്. അതുകൊണ്ട് ജനസമ്മതിയുള്ള ആളെ അച്ചടക്ക നടപടിക്ക് വിധേയമാക്കാൻ ബുദ്ധിമുട്ടാണ്. സഭയിലാണെങ്കിലും എവിടെ ആണെങ്കിലും ജനസമ്മതിയുള്ള ആളെ ഹാൻഡിൽ ചെയ്യുക, അച്ചടക്ക നടപടി വിധേയമാക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. മൂന്നാമത്തെ വിഷയം, പാപത്തെ പാപമെന്ന് സംബോധന ചെയ്യാനുള്ള ഭയം. സഹോദരി, നീ കാണിക്കുന്ന തെറ്റാണ്, സഹോദര നീ കാണിക്കുന്ന തെറ്റാണ് എന്ന് പറയാനുള്ളതായ ഒരു ധൈര്യം ഉണ്ടാകണം. വിശ്വാസികളിലുള്ള തിന്മയെ അപലപിക്കുവാൻ ശുശ്രൂഷന്മാർക്ക് ഇന്ന് ഭയമാണ്. എന്തെങ്കിലും ആയിപ്പോട്ടെ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മളത് പറയാൻ പോയാൽ ഇന്ന് ആരാധനക്ക് വരത്തില്ലല്ലോ, ആള് പറയുമല്ലോ, കുറച്ചു പേരല്ല ഉള്ളൂ, നമ്മളൊന്നും മിണ്ടണ്ട എന്ന് പറയും. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 5:3 ഒന്ന് വായിക്കാമോ? അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 5:3. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? നോക്കിക്കേ, പത്രോസ് അനന്യാസിനോട് പറഞ്ഞത് നോക്കിക്കേ. He had no fear at all. പേടിയെന്ന് പറയുന്നില്ലായിരുന്നു അല്ലേ? ആദിമ നൂറ്റാണ്ടിലെ സഭയെ നാം അറിഞ്ഞേ വെക്കൂ. അപ്പോസ്തോലിക സഭ കരുത്തുറ്റ സഭയായിരുന്നു. ഇന്ന് മോഡേൺ ചർച്ച് നോക്കിക്കേ, പവർലെസ്സാ, ആത്മീയ ശക്തി കുറവാണ്. വലിയ ഹോളുണ്ട്,
മനോഹരമായ ശവക്കോട്ടയുണ്ട്, എല്ലാം മ്യൂസിക്കൽ സിസ്റ്റം ഉണ്ട്, ഇഷ്ടംപോലെ പൈസ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പവർലെസ് ആണ്. ആദ്യ നൂറ്റാണ്ടിലെ സഭയ്ക്ക് പലതും ഇല്ലായിരുന്നു. ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ആരാധനാലയത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒരുപാട് പ്രയാസങ്ങൾ, പീഡനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ സഭ നല്ല നല്ല സ്ട്രോങ് ചർച്ചായിരുന്നു. നമ്മളൊരു ദൈവ പൈതലാണ്, ഒരു ആത്മീയനാണെന്നുള്ള ആ ഒരു വലിയ പൊസിഷൻ നമുക്കുണ്ട്. അത് ലോകത്തോടുകൂടെ നമ്മൾ കോംപ്രമൈസ് ചെയ്തു, അനുരഞ്ജനത്തിന് വിധേയമാക്കി. രാഷ്ട്രീയ നേതാക്കന്മാര് ഇന്ന് സ്റ്റേജുകളിൽ വരാൻ തുടങ്ങി. ആത്മീയ കൺവെൻഷൻ രാഷ്ട്രീയ നേതാക്കന്മാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ തുടങ്ങി. ദൈവസഭയ്ക്കകത്ത് പൊളിറ്റീഷ്യൻസിന്റെ സ്വാധീനം കൂടിക്കൂടി വരികയാണ്. പാപം ചെയ്യുന്നവരോട് സഹതാപ ചിന്തയുള്ളവരായി തീർന്നു. അയ്യോ പോട്ടതെ, അവന് ഒരു പാവമല്ലേ, അല്ലെ അവന്റെ ബലഹീനതയാണ്, വിട്ടുവീഴ്ച ചെയ്യാൻ തുടങ്ങി. ചിലരോടൊക്കെ പറയുമ്പോ ചില പറയും, നമ്മളോട് അവൻ എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി, ബാക്കിയൊന്നും നമുക്കറിയാം. മനസ്സിലായോ? നമ്മളോട് എങ്ങനെയാ, കുഴപ്പമൊന്നും ഇല്ലല്ലോ, അവൻ എങ്ങനെയും പോട്ടെ. അന്നേരം 1-ാം നൂറ്റാണ്ടിലെ സഭ വിട്ടുവീഴ്ചയുള്ള സഭയല്ലായിരുന്നു. നിനക്ക് ഒരു കുറവേ ഉള്ളെങ്കിലും അത് പരിഹരിക്കണമെന്നാണ് 1-ാം നൂറ്റാണ്ടിലെ സഭ പഠിപ്പിച്ചിരുന്നത്. മനസ്സിലായോ? ഇനി ഒരു 5 മിനിറ്റ് ബ്രേക്ക്, ദൈവം സഹായിക്കട്ടെ. 5 minutes ഷോർട്ട് ബ്രേക്ക്. ശിക്ഷണം എപ്പോൾ പഠിക്കണം? ഡിസിപ്ലിൻ എപ്പോഴാണ് നമ്മൾ പഠിക്കേണ്ടത്? സഭയുടെ ഉത്തരവാദിത്വങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നമുക്ക് പരിശീലനം ആവശ്യമാണ്. ഈ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ മാതാപിതാക്കൾ പറയും, നീ നാളത്തേക്കുള്ള ഹോംവർക്ക് എല്ലാം ചെയ്തിട്ട് വന്നേരെ നിനക്ക് ഡിന്നർ തരത്തുള്ളൂ, നിനക്ക് അത്താഴം തരണമെങ്കിൽ, നിനക്ക് ഫുഡ് തരണമെങ്കിൽ നീ എന്ത് ചെയ്യണം, എല്ലാം ചെയ്തിട്ട് വരണം. അന്നേരം അതൊരു റെഗുലറായിട്ട് നിലവാരം വന്നു കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകും, എനിക്ക് വൈകിട്ട് എന്തെങ്കിലും ആഹാരം കിട്ടണമെങ്കിൽ ഞാൻ എന്നെ സ്കൂളിൽ എനിക്ക് തന്ന ടാസ്ക് എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നീ റൂമെല്ലാം ക്ലീൻ ചെയ്തില്ലെങ്കിൽ, നീ ചപ്പ് ചവറുകളെല്ലാം പറക്കി വൃത്തിയാക്കിയില്ലെങ്കിൽ നിനക്ക് ഫുഡ് തരത്തില്ല. അന്നേരം ആ കുഞ്ഞിന് മനസ്സിലൊരു ബോധ്യം വരും, എന്റെ റൂം അല്ലെങ്കിൽ വീടൊക്കെ എപ്പോഴും നല്ല ഹൈജീനിക് ആയിരിക്കണം, നല്ല ശുചിത്വമുള്ളതായിരിക്കണം എന്നുള്ള ചിന്ത വരും. അത് മനസ്സിലാക്കി കുട്ടികൾ പ്രവർത്തിക്കും. ഒരു വിവാഹം നോക്കിക്കേ, വിവാഹത്തിനാണെങ്കിലും ഭാര്യയുടെ റെസ്പോൺസിബിലിറ്റീസും ഭർത്താവിന്റെ റെസ്പോൺസിബിലിറ്റീസും ഒക്കെ പറഞ്ഞിട്ടാണ് കല്യാണം നടത്തുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഉത്തരവാദിത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുൻപ് അറിയേണ്ട അച്ചടക്ക നടപടികളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ശിക്ഷണത്തെ പറ്റി എന്തൊക്കെ നമ്മൾ പഠിപ്പിക്കണം ഒന്ന് വായിക്കാമോ? ഈ അച്ചടക്ക നടപടി അടിസ്ഥാനം ബൈബിളിൽ കിടപ്പുണ്ട്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം.
മത്തായി 18:15 മുതൽ 17 വരെ. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. കേൾക്കാഞ്ഞാലോ 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യം ഉറപ്പാകേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കാം. സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം മതി. സ്വർഗ്ഗത്തിലും. ഇവിടെ 3 വാക്യങ്ങളിൽ 3 അതിപ്രധാനമായ കാര്യങ്ങളാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ചുമ്മാതെ പോയി ഒരാളെ ശിക്ഷിക്കാനൊക്കത്തില്ല. പുതിയ നിയമസഭയിൽ ശിക്ഷണമെന്ന് ഉള്ള പദത്തെക്കാൾ ഒരാത്മാവിനെ നേടുക, യഥാസ്ഥാനപ്പെടുത്തുക എന്നൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമുക്ക് പോലീസ് ഉദ്യോഗമൊന്നുമില്ല, ഒരാൾ തെറ്റ് ചെയ്തു അടിച്ച് പുറത്താക്കി അങ്ങനൊന്നും ഉള്ള സംഭവമല്ല. നമ്മളെപ്പോഴും ഒരു ആത്മാവിന്റെ വിലയെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കണം. അന്നേരം ഇവിടെ 15-ാമത്തെ വാക്യം നോക്കിക്കേ. ഒരാൾ തെറ്റ് ചെയ്താൽ ആദ്യം എന്ത് ചെയ്യണം? തെറ്റുകാരനെ വ്യക്തിപരമായി ചെന്ന് കണ്ട് അവനോട് മാനസാന്തരപ്പെടാൻ ആവശ്യപ്പെടണം. പ്രൈവറ്റ് കൺഫ്രണ്ടേഷൻ, വ്യക്തിപരമായി ആദ്യം അവനെ ആരുമില്ല തെറ്റ് ചെയ്ത വ്യക്തിയുടെ അടുക്കൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആള് ചെന്നിട്ട് ബ്രദറിന്റെ ഭാഗത്ത് ഇങ്ങനൊരു തെറ്റുണ്ട്, അത് വേറൊരു ചെവി അറിയാതെ അതങ്ങ് പരിഹരിക്കണം എന്ന് പറയുമ്പോൾ അവന്റെ വാക്ക് കേട്ടാൽ നമ്മൾ അവനെ നേടി. The first step to see him privately and address the issue. ആദ്യം വ്യക്തിപരമായി കാണുക. ഇനിയും അവൻ അത് കൂട്ടാക്കിയില്ലെങ്കിലോ, ചിലപ്പോൾ പറഞ്ഞില്ല പാസ് പണി നോക്ക്, ബ്രദറിന്റെ പണി നോക്ക് എന്നുവെല്ലാം പറഞ്ഞാൽ ആ വിഷയം അവിടെ തീരുന്നില്ല. ഉടനെ 2-3 സാക്ഷികളെ സഭയിൽ ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ 2-3 സാക്ഷികളെ വിളിച്ചുകൊണ്ട് അവന്റെ അടുക്കൽ പോണം. അതാ 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അല്ലേ? ഇൻവോൾവിങ് അതേഴ്സ്. പ്രൈവറ്റ് കോൺവെർസേഷൻ പരിഹാരമായില്ലെങ്കിൽ 2-3 സാക്ഷികളെ കൊണ്ടുപോകണം. ഇതാണ് ഇന്നത്തെ കാലത്ത് ഒരു വിഷയം വന്നാൽ ആദ്യം ഉണ്ടല്ലോ ലോകം മുഴുവൻ അങ്ങ് അറിയിക്കും. കർത്താവിന് സ്റ്റെപ്പ് തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഒരു വിഷയം പരിഹരിക്കേണ്ടത്. കർത്താവ് പറഞ്ഞ പോലെ ചെയ്യാവൂ. അന്നേരം ഈ 3 പേരെയും കൊണ്ട് പോയി പറയുമ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ വെച്ച് അങ്ങ് ക്രമീകരണം പ്രാപിക്കും. അവൻ കഠിന ഹൃദയനായി തുടരുന്നുവെങ്കിൽ ഇനി അടുത്ത സ്റ്റെപ്പ് 3-ാമത് ദൈവസഭയെ അറിയിക്കുക എന്നുള്ളതാണ്. 17-ാം വാക്യം ഒന്ന് വായിക്കാമോ? 17-ാം വാക്യം. അവൻ അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കാം. സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. നമ്മുടെ രീതി പറഞ്ഞ ആദ്യം പാസ്റ്റർ തന്നെ എന്ന് പറഞ്ഞു നോക്കി, അനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെ കമ്മിറ്റി മെമ്പേഴ്സിനെ കൊണ്ടുപോകുന്നു, പിന്നെ ദൈവസഭയെ അറിയിക്കുന്നു, ജനറൽ ബോഡി കൂടുന്നു. ഇതാണ് ദിസ് ഈസ് ദ ലാസ്റ്റ് വേ ടു റിപ്പൻഡൻസ് ആൻഡ് റിക്കൺസിലിയേഷൻ കൺസേണിംഗ് ദ റോങ് പേഴ്സൺ. ഈ തെറ്റ് ചെയ്ത വ്യക്തി അവരുള്ള അവസാനത്തെ പരിഹാരം ദൈവസഭയുടെ ഇൻവോൾവ്മെന്റ് ആണ്. സഭയെയും കൂട്ടാക്കാഞ്ഞാൽ ട്രീറ്റിംഗ് ആസ് ഔട്ട്സൈഡർ,
that wrong person is not a part of the community. ദൈവസഭയും പറഞ്ഞ കേൾക്കുന്നില്ലെങ്കിൽ അവനെ സഭയിൽ നിന്നും മാറ്റി നിർത്തുക. അവനൊരു മാനസാന്തരം ഉണ്ടാകട്ടെ. മനസ്സിലായി? എങ്ങനെയാണ് സഭയിലൊരു പ്രശ്നം ഉണ്ടായാൽ എങ്ങനെ പരിഹരിക്കും? ആദ്യം പാസ്റ്ററും ആ വ്യക്തിയും തന്നെ പരിഹരിക്കാൻ നോക്കണം. രണ്ടാമത് പാസ്റ്റർ പറഞ്ഞ് കേൾക്കുന്നില്ലെങ്കിൽ സഭയിലെ കഴിവുള്ള ഒരു 3 പേരെ കൊണ്ടുപോകണം. ഇത് കാര്യം ബോധ്യപ്പെടുത്തണ്ടേ? അവരെ സഭയിലെ വേണ്ടപ്പെട്ടവരെ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ സഭയെ മൊത്തം അറിയിക്കുക. എന്നിട്ട് അവനെ എന്ത് ചെയ്യുക? അകറ്റി നിർത്തുക. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം ഒരാളെ മുടക്കി ഇല്ലാതാക്കി നരകത്തിലേക്ക് വിടുക എന്നുള്ളതല്ല. നമ്മുടെ എയിം മനസ്സിലാക്കണം. അവൻ തന്നെ അങ്ങനെ പോകുന്നെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. The primary goal of this process is restoration and reconciliation within the church. സഭയ്ക്കകത്ത് ആ പ്രശ്നം പരിഹരിച്ച് അവർ തെറ്റ് ചെയ്തവന്റെ ആത്മാവിനെ നേടിയെടുക്കാൻ പറ്റുമോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. The second എന്ന് പറയുന്നത്, second step is not punishment but to give the chance of correction and forgiveness. രണ്ടാമത്തെ അവസരം എന്ന് പറഞ്ഞാൽ അവനെ ശിക്ഷിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അവനെ ക്ഷമിക്കാനും അവനെ കറക്റ്റ് ചെയ്യപ്പെടാനും നമ്മളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഞങ്ങളൊക്കെ സെമിനാരി പഠിക്കുമ്പം ഒരു വാണിംഗ് എന്ന് പറയുന്നത് 3 റിമാർക്കാണ് ഒരു വാണിംഗ്. എബ്രഹാം മാത്യു എന്ന് പറഞ്ഞ ദൈവദാസൻ ഇന്ന് നിത്യ വിശ്രമിക്കുന്നു. 3 വാണിംഗ് ഒരാൾക്ക് വന്നാൽ അവനെ ഡിസ്മിസ് ചെയ്യുക. അതുവരെയും ബൈബിൾ കോളേജ് ഒക്കെ ഞങ്ങളെ സഹിക്കും, ഏത് വിദ്യാർത്ഥികളും. അങ്ങനെ വാണിംഗ് കിട്ടി ഡിസ്മിസ് ആയി പോയ പലരുണ്ട്. മനുഷ്യന് തെറ്റുവരാം. തെറ്റ് വരുന്നത് കൊണ്ട് അവർ നമ്മളെക്കാൾ മോശമാണെന്നൊന്നും ചിന്തിക്കല്ലേ. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ചർച്ച് ഇൻവോൾവ്മെന്റ് ഈസ് എ സേഫ് ഗാർഡ് എഗൻസ്റ്റ് ഫാൾസ് അക്യൂസേഷൻ ആൻഡ് പ്രൊമോട്ട്സ് അക്കൗണ്ടബിലിറ്റി. സഭയുടെ ഇടപെടൽ എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവമാണ്. ഒന്നുകിൽ അവന് മടങ്ങി വരാൻ അവസരമാണ്. പാസ്റ്റർ ഏകപക്ഷീയമായ തീരുമാനം എടുത്തെന്ന് പറയാൻ ഒക്കത്തില്ല. അല്ലെങ്കിൽ പാസ്റ്റർ 3-4 പേരും കൂടെ പോയി ആ വിഷയം അങ്ങനെ ആ വിഷയത്തിൽ സൈലന്റ് ആയിരുന്നു എന്ന് പറയാൻ ഒക്കത്തില്ല. ചർച്ചൂടെ ഇടപെട്ട് കഴിയുമ്പോൾ വേറെ രക്ഷയൊന്നുമില്ല. ഇതെല്ലാം കണക്ക് കൊടുക്കേണ്ട കേസ് കേട്ടാ. ദൈവത്തിന് സ്തോത്രം. ഞാൻ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണം. സഭയ്ക്കകത്ത് നിങ്ങൾക്ക് പാസ്റ്റേഴ്സ് ആണല്ലോ, അല്ലെങ്കിൽ ദൈവം അന്വേഷിച്ച ശുശ്രൂഷകളൊക്കെ ഇനി അടുത്തൊരു പൈനിയർ വർക്ക് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പറയാണ്. ഒരാൾ ഒരു കൂട്ടായ്മയിൽ തെറ്റ് ചെയ്താൽ അവനെ രഹസ്യമായി അവന്റെ തെറ്റ് ഓർമ്മിപ്പിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിന് വേറെ ആരും കൂട്ടല്ലേ, വേറെ ആരും അറിയാൻ പാടില്ല. രണ്ടാമത്, അത് അനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെ ചർച്ചിലെ മൂപ്പന്മാരെയോ കമ്മിറ്റിക്കാരെയുമായിട്ട് ആ വ്യക്തിയോട് സംസാരിക്കാം. അതും അനുസരിക്കുന്നില്ലെങ്കിൽ ദൈവസഭയെ മൊത്തത്തിൽ ആ സഭയെ ഈ വിഷയം അറിയിക്കുക. അങ്ങനെ 3 സ്റ്റെപ്പ് പ്രശ്നപരിഹാരത്തിന് സഭയ്ക്കകത്ത് ഉണ്ടായിരിക്കണം. ഇത് യേശു പഠിപ്പിച്ച കാര്യമാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കർത്താവാണത് പറഞ്ഞത്. മിക്കവാറും നന്നായി മാനസാന്തരപ്പെട്ടവരാണെങ്കിൽ വ്യക്തിപരമായിട്ട് ഒരു ആത്മീയൻ എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കും. അല്ല, ഇച്ചിരിയോടൊക്കെ കടുംപിടുത്തമുള്ള ആണെങ്കിൽ 2-3 പേരൊക്കെ കൂടെ ആരാധിക്കുന്നവരൊക്കെ ചെന്ന് പറയുമ്പോൾ അംഗീകരിക്കും. ഒരല്പമൊക്കെ നാണോ മാനോ ഒക്കെ ഉള്ളവരാണെങ്കിൽ സഭ സംസാരിക്കുമ്പോൾ അതിനകത്ത് വിട്ടുവീഴ്ച ചെയ്യും. അല്ലെങ്കിൽ
പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ അടുത്തത് ഏതെല്ലാം കാര്യങ്ങൾക്കാണ് അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടത്? തീത്തോസ്, ടൈറ്റസ് ചാപ്റ്റർ 1:13. തീത്തോസിന്റെ ലേഖനം 1:13 വായിക്കാമോ? അത് നിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിനും യഹൂദ കഥകളെയും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിനും അവരെ കഠിനമായി ശാസിക്കാം. ആമേൻ. ഒന്ന്, തെറ്റായ ഉപദേശം പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ തെറ്റായ ഉപദേശം ഫോളോ ചെയ്യുകയോ ചെയ്യുമ്പോൾ അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കേണ്ടതിന് കഠിനമായി ശാസിക്കാം. ഇന്ന് ശാസന ആരും ഇഷ്ടപ്പെടുകയില്ല. വളരെ ബുദ്ധിമുട്ടാണ്. പണ്ടൊക്കെ ദൈവമക്കളൊക്കെ ആരും തെറ്റ് വരുമ്പോൾ ബ്രദറെ അത് അങ്ങനല്ല ഇങ്ങനെ ഒക്കെ അംഗീകരിക്കുമായിരുന്നു. ഇന്നിപ്പം നമ്മുടെ പ്രസ്റ്റീജിന്റെ വിഷയം കൂടുതൽ പ്രസ്റ്റീജിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ തെറ്റിനോട് പിന്നെന്തുവാ വിട്ടുവീഴ്ച മനോഭാവം ഇല്ല. തെറ്റായ ഉപദേശം, സഭ ശക്തമായ നിലപാടെടുക്കണം. ഏത് കാര്യത്തിന്? ഫാൾസ് ഡോക്ട്രിൻസിന് തെറ്റായ നിലപാടെടുക്കണം. സഭ ശക്തമായ നിലപാടെടുക്കണം. ഉപദേശപെശക് വന്നാൽ എടുക്കണം. രണ്ടാമത് 1 തീമോഥെയോസ് 5:20 വായിച്ചേ. 1 തീമോഥെയോസ് 5:20. പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്കും ഭയത്തിനായി എല്ലാവരും കേൾക്കെ ശാസിക്കാം. പരസ്യമായി പാപം ചെയ്ത് എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ അത് രഹസ്യത്തിൽ ഹാൻഡിൽ ചെയ്യാൻ ഒക്കുന്ന ഒരു കാര്യമല്ല. അത് പരസ്യമായി പാപം ചെയ്ത വ്യക്തിയെ പരസ്യമായി ശാസിക്കണം. സഭ നടപടിയെടുക്കണം ആ വിഷയത്തിൽ. ഒന്ന്, ഫാൾസ് ഡോക്ട്രിൻസ്, തെറ്റായ ഉപദേശം. സെക്കൻഡ് വൺ, പബ്ലിക് സിൻ, പരസ്യഭാവം. തേർഡ് വൺ, ഇമ്മൊറാലിറ്റി, അസാൻമാർഗികത. വായിക്കണമെന്നില്ല, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. 1 കൊരിന്ത്യർ 5:1-5 വരെ. 1 കൊരിന്ത്യർ 5:1-5 വരെ. 1 തീമോഥെയോസ് 1:20. ഈ ദുർനടപ്പുള്ള വ്യക്തികളെയൊക്കെ സഭയിൽ നിന്ന് ഒഴിവാക്കി നിർത്തണം. അങ്ങനെ സഭയിൽ നിന്ന് ഒഴിവാക്കി നിർത്തുമ്പോൾ, പണ്ടത്തെ കാലത്ത് ഇപ്പം ഒഴിവാക്കി നിർത്തുമ്പോൾ അടുത്ത സഭ എടുക്കത്തില്ല. ഇന്നാണ് ഒഴിവാക്കി നിർത്തുമ്പോൾ ഏത് സഭ ഇങ്ങോട്ട് പോരാൻ പറയും. അങ്ങനെ ഒഴിവാക്കി നിർത്തുമ്പോൾ അവന് കുറച്ചു കഴിയുമ്പോൾ അനുതാപം വരും. ഞാൻ ചെയ്തത് തെറ്റാണിരുന്നല്ലോ, അതുകൊണ്ടാണല്ലോ എനിക്ക് ചർച്ചയിൽ നിന്ന് പുറത്തു പോണ്ടി വന്നത്. അവൻ അനുതപിച്ച് കഴിയുമ്പോൾ, അവൻ ആ തെറ്റിൽ നിന്ന് അവൻ വിമുക്തി നേടിക്കഴിയുമ്പോൾ, പൗലോസ് പറഞ്ഞു, ഒരിക്കൽ ആ ദുഷ്ടരെ നീക്കി കളയാൻ പറഞ്ഞ ആ വ്യക്തി മാനസാന്തരപ്പെട്ടാൽ അവനെ ചേർത്തുകൊള്ളാൻ പൗലോസ് പറഞ്ഞു. മനസ്സിലായോ? അന്നേരം അനുദമിച്ച് മടങ്ങി വരാനുള്ള അവസരം നമ്മൾ കൊടുക്കണം. ഇത് അവസരം കൊടുക്കത്തില്ല. IPC എന്ന് പറയാ ചർച്ചകോട് കഴിഞ്ഞിട്ട് വിളിക്കും, ചർച്ചകോട് മാറിയ ഷാരോൺ വിളിക്കുക, ഒരു രക്ഷയില്ല. അനുതാപത്തിനുള്ള അവസരമേ കൊടുക്കത്തില്ല. അതുകൊണ്ട് സഭയ്ക്കകത്ത് തെറ്റുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക.
എന്തുകൊണ്ടാണ് സഭയ്ക്കകത്ത് അച്ചടക്ക നടപടി വേണ്ടുന്നത്? The church is a holy fellowship. സഭ എന്ന് പറയുന്നത് ഒരു വിശുദ്ധ സംസർഗമാണ്, വിശുദ്ധ കൂട്ടായ്മയാണ്. We are holy. നമ്മൾ വിശുദ്ധരാണ്. നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. We have great responsibility to keep ourselves from unholy deeds and words. അശുദ്ധമായ പ്രവൃത്തികളിൽ നിന്നും വാക്കുകളിൽ നിന്നെല്ലാം നമ്മളെ തന്നെ സൂക്ഷിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. നമുക്കതിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. അച്ചടക്ക നടപടിക്ക് വിധേയമാകുന്ന വ്യക്തി എങ്ങനെ ആയിരിക്കണമെന്ന് അറിയാമോ? 1 കൊരിന്ത്യർ 10:12 വായിച്ചേ. 1 കൊരിന്ത്യർ 10:12. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. നോക്കിക്കേ, ഇവിടുത്തെ വിഷയം നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ താഴ്മയോടെ അച്ചടക്ക നടപടി നമ്മൾ റിസീവ് ചെയ്യണം. പാസ്റ്റർ എന്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്, അല്ലെ സഭാ സെക്രട്ടറി, അല്ലെ വിശ്വാസി, അല്ലെ പ്രായമുള്ള ആന്റി, അല്ലെ ആ സഹോദരൻ എന്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതാണ് എന്നുള്ള നിലയിൽ അതിനെ റിസീവ് ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരു ഹംബിൾനെസ് നമുക്കുണ്ടായിരിക്കണം, ഒരു താഴ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതേ പ്രയോജനപ്പെടുത്തുള്ളൂ. രണ്ടാമത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം എടുത്ത് 3 മുതൽ 5 വരെ ഒന്ന് വായിക്കാം. മത്തായി 7:3 മുതൽ 5 വരെ. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നില്ല, നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? ഇന്ന് ഒരുപാട് ആളുകളുടെ പേരിൽ കോലിരിപ്പുണ്ട്. ആ കോല് വെച്ചോണ്ടാണ് ഉത്തരം. നമുക്കറിയാമല്ലോ, വലിയ വീടിന്റെ ഒക്കെ പഴയ കാലത്ത് ഉത്തരം എന്നുള്ള സംഭവമുണ്ട്. ഈ ഓടൊക്കെ ഇടാൻ വേണ്ടി ഓടൊക്കെ ഇടുന്ന വീടുകളിൽ കണ്ണിനകത്ത് ഉത്തരം ഇരിക്കുക, അവന് തന്നെ കാഴ്ചപ്പാടില്ല. എന്നിട്ട് വേറൊരാളുടെ കണ്ണിലെ കരടിനെ കുറിച്ചാണ് സംസാരം. ഇപ്പൊ നോക്കിക്കേ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അച്ചടക്ക നടപടി ആത്മാർത്ഥതയോടായിരിക്കണം. നമ്മുടെ കണ്ണിൽ വലിയ കോൽ ഇരിക്കെ സഹോദരന്റെ കണ്ണിലെ കരട് തപ്പിപ്പോകല്ലേ. ആദ്യം നമ്മുടെ പ്രശ്നം ക്ലിയർ ചെയ്യണം, എന്നിട്ട് മറ്റുള്ളവരെ ശാസിക്കാൻ ശ്രമിക്കണം. പണ്ട് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു അച്ചാറുണ്ട്. പുള്ളി അങ്ങൊരു ചെയിൻ സ്മോക്കറാ. എന്നിട്ട് പിള്ളേരോടൊക്കെ പറയും, മോനെ നീ വീടി വലിക്കല്ലേ, സിഗരറ്റ് വലിക്കലെന്നൊക്കെ പറയും. പിള്ളേരത് കേൾക്കൂ. അപ്പൻ ചെയ്യുന്ന പ്രവൃത്തി മക്കൾ ചെയ്യും. എന്നിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മൾ ഒരാളെ ശാസിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ആ വിഷയത്തിൽ കറക്റ്റ് ആണോ എന്ന് നമ്മളെ വിലയിരുത്തണം. മനസ്സിലായോ? അന്നേരം ഒന്ന്, താഴ്മയോടെ നമ്മള് അച്ചടക്ക നടപടി റിസീവ് ചെയ്യണം. സെക്കൻഡ് വൺ, ആത്മാർത്ഥതയോടെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. മൂന്നാമത്, സ്നേഹത്തോടെ. മാനസാന്തരപ്പെട്ടതിന്റെ ലക്ഷണം എന്നാന്നറിയാമോ? പാട്ട് പാടുന്നതും കൈയടിക്കുന്നതും പ്രസംഗം കേൾക്കുന്നതും അല്ല മാനസാന്തരപ്പെട്ടതിന്റെ ലക്ഷണം. മാനസാന്തരപ്പെട്ടതിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ദീർഘക്ഷമയാണ്, ലോങ് സഫറിങ് ആണ്, ദീർഘക്ഷമാണ്. ഒന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ 13:4.
സ്നേഹം റെഫറൻസ് ഒന്നുകൂടി സ്നേഹം സ്നേഹം ദീർഘമായി ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. മനസ്സിലായോ? ഇന്ന് എന്തുകൊണ്ടാണ് സഭകളിലെല്ലാം പ്രശ്നങ്ങൾ വർദ്ധിച്ചത്? അല്ലെങ്കിൽ എവിടെ വീട്ടിലാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും രാജ്യത്താണെങ്കിലും എന്തുകൊണ്ടാണ് പ്രോബ്ലംസ് ഇൻക്രീസ് ചെയ്യപ്പെടുന്നത്? There is only one reason. ക്ഷമിക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാ. ഒന്ന് മനസ്സ് വെച്ചാലോ, ക്ഷമിക്കാൻ ഒന്ന് മനസ്സ് വെച്ചാലോ പ്രശ്നമുണ്ടോ? യേശുവിന്റെ അടുക്കൽ ശിഷ്യന്മാര് ചോദിച്ചെന്നെ 770 വട്ടം എത്ര പ്രാവശ്യം ക്ഷമിക്കണം? ദീർഘമായി. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ക്ഷമയെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് വേദനിക്കുമ്പോൾ, നമ്മുടെ ശരീരം വേദനിക്കുമ്പോൾ നമ്മൾ ക്ഷമയൊക്കെ മാറി. നിങ്ങൾ ആ സ്തേഫാനോസിനെ യേശുവിനെയൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കണം. എനിക്കൊട്ടും മനസ്സിലാകാത്തൊരു വിഷയം. ഭയങ്കര കല്ല് ഏറെ സ്തേഫാനോസ് സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി അവിടെ മുട്ടുകുത്തിയിട്ട് പറയാ, ദൈവമേ ഇവരുടെ പാപം നിർത്തരുത്. നമ്മളെ ആരും കല്ലെറിയണ്ട, എന്തെങ്കിലും ഒന്ന് വാക്കുകൊണ്ടൊരു മുറിവേൽപ്പിച്ചാ മതി. നമ്മളെന്തുമായിരിക്കും പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, നിന്റെ മക്കൾ വെള്ളിടിയുണ്ടല്ലോ, നിന്റെ മക്കൾ ക്യാൻസർ എന്ന മഹാരോഗം ഉണ്ടല്ലോ, ഇതൊക്കെ വേണേ അങ്ങനെ പ്രാർത്ഥിച്ച ആൾക്കാരുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. സ്തേഫാനോസിന്റെ പ്രാർത്ഥന എന്താ? പാവം നിർത്തരുത്. യേശുവിനെ ക്രൂശിക്കുകയല്ലേ. അയ്യോ, ആ പാവം കർത്താവ് അനുഭവിച്ച വേദന എന്ന് ഓർത്തു നോക്കിയേ. കർത്താവിന്റെ പ്രാർത്ഥന എന്നാ? ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണം. അങ്ങനെ ആ ക്രിസ്തുവിന്റെ മൈൻഡിലേക്ക് ഒന്ന് വരാൻ നമുക്ക് സാധിച്ചെങ്കിൽ നമ്മുടെ സഭയൊക്കെ ഭയങ്കര സ്വർഗീയ അനുഭവമായിരുന്നു. പക്ഷെ എന്തോ നിർഭാഗ്യമായിട്ട് അത് വരുന്നില്ല. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ ഒരു അച്ചടക്ക നടപടി നേരിടുമ്പോൾ അത് താഴ്മയോടെ അത് അംഗീകരിക്കാൻ തയ്യാറാകണം. ആത്മാർത്ഥതയോടെ അതായിരിക്കണം, സ്നേഹത്തോടായിരിക്കണം. തിരിച്ചു അങ്ങോട്ട് റിക്കൺസിലിയേഷന് വേണ്ടി ഇടപെടുന്ന ആൾക്കാരും അത് തന്നെ ഉണ്ടായിരിക്കണം. പിന്നെ ദൈവവചനമായിരിക്കണം അച്ചടക്ക നടപടിയുടെ കാറ്റലോഗ്. നമ്മുടെ നിയമപുസ്തകം എന്ന് പറയുന്നത് തിരുവചനമായിരിക്കണം. മനസ്സിലായോ? വചനവിരുദ്ധമായ എല്ലാ കാര്യങ്ങളും തെറ്റെന്ന് അംഗീകരിക്കണം. മനസ്സിലായോ? വചനവിരുദ്ധമായ എല്ലാ കാര്യങ്ങളും തെറ്റെന്ന് അംഗീകരിക്കണം. പക്ഷെ ഇന്ന് വചനത്തിനൊക്കെ വളരെ പ്രസക്തി കുറവാണ്. മനസ്സിലായോ? ഒരിക്കൽ നമ്മള് ഗുഡ് ബൈ പറഞ്ഞ പാപങ്ങളൊക്കെ, ലോകത്തിന്റെ മോഹങ്ങളെല്ലാം ഇങ്ങനെ ദൈവസഭയ്ക്കകത്ത് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടാണ്. കാരണം ദൈവവചനത്തെ സ്നേഹിച്ചാൽ അതിനൊന്നും ഇടം നമ്മൾ കൊടുക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇനി ഒരു 2 കാര്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. അതിനുശേഷം അടുത്ത ക്ലാസ്സില് സഭാ ശുശ്രൂഷകൻ എന്ന ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നതായിരിക്കും. തിരുവെഴുത്തുകളാൽ നമ്മൾ എന്ത് ചെയ്യണം? തിരുത്തപ്പെടണം. 5ാമത് സാക്ഷ്യത്തോടെ. നമുക്ക് നിരപ്പ് പ്രാപിച്ചാൽ എന്ത് ചെയ്യണം? ആദ്യം ദൈവസഭയുടെ മുമ്പിൽ, ദൈവസഭ എന്ന് പറഞ്ഞൊരു കുടുംബമാണ്,
ദൈവസഭയുടെ മുമ്പിൽ തെറ്റേറ്റു പറഞ്ഞ് ഏത് സഹോദരനോടാണോ, ഏത് സഹോദരിയോടാണോ, ഏത് വ്യക്തിയോടാണോ നിരപ്പില്ലാതിരുന്നത്, അത് ദൈവസഭയിൽ ഏറ്റുപറഞ്ഞ് അവർ തമ്മിൽ വിശുദ്ധ ചുംബനം ചെയ്യും. പഴയ കാലത്ത് അങ്ങനെയൊക്കെയാ, ഞങ്ങൾ ഇഷ്ടപൂർവ്വം കണ്ടിട്ടുണ്ട്. കണ്ണുനീരോടെ, ചാക്കോച്ച എന്നോട് ക്ഷമിക്കേ, അമ്മണി ആന്റി എന്നോട് ക്ഷമിക്കേ എന്ന് പറഞ്ഞ് അവരും ദൈവമക്കൾ പരസ്പരം കണ്ണുനീരോടുകൂടെ നിരപ്പാവും. ഈ സഭയ്ക്കൊക്കെ എന്തോ ആത്മാവിന് ശക്തിയാണെന്നറിയാം അവിടെ വ്യാപരിക്കുന്നു. ആ അനുഭവത്തിലേക്ക് ആദ്യ നൂറ്റാണ്ടിലെ ഒരു അനുഭവമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. മനസ്സിലായോ? ഇന്ന് കൈ കൊടുക്കുന്നതിനെ ബുദ്ധിമുട്ടാണ്, പിന്നെ വിശുദ്ധ ചുംബനം കൊടുക്കും. അല്ലേ? ഇന്ന് തിരുവത്താഴം കഴിഞ്ഞ പല സഭകളിലും വിശുദ്ധ ചുംബനം ഇല്ലല്ലോ. നമ്മുടെ തിരുവത്താഴത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ വിശുദ്ധ ചുംബനം. പക്ഷെ ഇന്ന് അതില്ല. അടുത്ത് നിൽക്കുന്നവർ തമ്മിൽ കൈ കൊടുക്കുവോ, ചുംബനം കൊടുക്കുകയോ ഒക്കെ ചെയ്യുക, അതങ്ങ് വിട്ടേക്ക. എല്ലാത്തിനകത്തും ലാഗ് വന്നു കഴിഞ്ഞു. എല്ലാത്തിനകത്തും എന്തുവാ, ലൂസ് കോണ്ടാക്ട് പോലെ. അനുഭവ ജ്ഞാനത്തോട് വേണം അച്ചടക്ക നടപടി ചെയ്യാൻ. ഏകപക്ഷീയമായിട്ട് ചെയ്യൽ. ദൈവവചനത്തിന് ഒത്തവണ്ണം രണ്ടുപേരും സഭയ്ക്ക് പ്രയോജനപ്പെട്ടവരാണ്. ഒരു കൈ അടിച്ച ശബ്ദം കേൾക്കുന്നില്ല, രണ്ട് കൈ അടിക്കുക. രണ്ട് വ്യക്തികളും സഭയ്ക്ക് വേണ്ടപ്പെട്ടവരാണ്. നിഷ്പക്ഷമായിട്ട് മാത്രമേ എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ, ശിക്ഷണ നടപടി സ്വീകരിക്കാൻ കഴിയുന്നുള്ളൂ. ശിക്ഷണ നടപടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നരകത്തിലേക്ക് തള്ളി വിടുക എന്നല്ല, പകരം അവന്റെ ആത്മാവിനെ നേടുക എന്നുള്ളതാണ്. ഒരു വാക്യം കൂടെ വായിച്ചു അവസാനിപ്പിക്കുക. ഗലാത്യലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാൽ, ഗലാത്യലേഖനം 6:1. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. ആമേൻ. എന്നാൽ ഈ തെറ്റിനകത്തുനിന്ന് ആർക്കും ഒഴിവുള്ളവരാകണമെന്നില്ല. ഇപ്പൊ ആ വ്യക്തി ചെയ്ത തെറ്റിനേക്കാൾ ചിലപ്പോൾ വലിയ തെറ്റ് പിന്നാലെ ആരെങ്കിലുമൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ, ഏത് തെറ്റാണെന്ന് അവിടെ എഴുതിയിട്ടില്ല, വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ, ഏത് തെറ്റിലും അകപ്പെടാം. ആത്മീയരായ നിങ്ങൾ, ആത്മീയരായ പാസ്റ്റർമാർ, ആത്മീയരായ കമ്മിറ്റി മെമ്പേഴ്സ്, ആത്മീയരായ മൂപ്പന്മാര്, അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണമെന്നാ, സൗമ്യതയുടെ ആത്മാവിനാൽ, കോപത്തോടല്ല, ഇവനില്ലേലും സഭ വളരുമെന്നുള്ള ചിന്തയിലല്ല, സൗമ്യതയുടെ ആത്മാവിനാൽ എന്ത് ചെയ്യണം, അവനെ യഥാസ്ഥാനത്ത് റീപ്ലേസ് ചെയ്യാൻ നോക്കണം. അതാണ് ഉത്തരവാദിത്വം. എന്നിട്ടൊരു വാണിംഗ് തരിക പൗലോസ്, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. മനസ്സിലായോ? നിന്നേക്കാൾ നല്ലതാ ഞാന് എന്ന് പറയാനല്ല, നിനക്കും അവൻ വന്ന് സംഭവിച്ചത് വീഴ്ച സംഭവിക്കാൻ ഇടയുണ്ട്. അതുണ്ടാകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. മനസ്സിലായോ? കർത്താവിന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇന്ന് പഠിക്കാൻ ദൈവം സഹായിച്ചു. അടുത്ത ക്ലാസ്സിൽ പാസ്റ്റേഴ്സിനെ കുറിച്ചാണ് ഞാൻ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥനയുടെ ഒരുക്കത്തോടുകൂടെ എല്ലാവരും കടന്നു വരിക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.